IPC 1E ഒരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. ദ ഓർഗനൈസേഷൻ ഹാസ് എ മൾട്ടി ഡിസിപ്ലിനറി ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ കമ്മിറ്റി വിച്ച് കോർഡിനേറ്റ്സ് ഓൾ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ടിവിറ്റീസ്. ഒരു സ്റ്റാർ കേട്ടിട്ടുണ്ട്. ഇറ്റ്സ് ഒരു ഡോക്യുമെൻറ്റ് ഉണ്ടാവണം എന്നത് നിർബന്ധമാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റിന് വേണ്ടിയിട്ട്. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ, മൈക്രോബയോളജിസ്റ്റ്, പത്തോളജിസ്റ്റ് or infection prevention and control specialist, surgeon, infection prevention and control officer, infection prevention and control nurse, nursing supervisor, CSSD manager, operation theatre representative, ICU representative, other supporting service representative, ഇവരെല്ലാവരും ചേർന്നൊരു മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി നമുക്കുണ്ടായിരിക്കുകയും മറ്റ് വളരെ അത്യാവശ്യമെന്ന് തോന്നുന്ന ഇൻഫെക്ഷൻ പോസിബിലിറ്റീസ് ഉള്ള ഏരിയയിൽ നിന്നൊക്കെ സ്റ്റാഫുകളെ എത്തിക്കുകയും ചെയ്ത ഈ ഒരു കമ്മിറ്റി കൃത്യമായ ഗൈഡ് ലൈൻസ് കൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടതായിരിക്കണം. റിട്ടേൺ ഗൈഡ് ലൈൻസിനാൽ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ട കമ്മിറ്റി ആയിരിക്കണം. അതിൻ്റെ കോമ്പോസിഷനും ഫ്രീക്വൻസി ഓഫ് മീറ്റിങ്ങും മിനിമം മാസത്തിൽ ഒരു തവണയെങ്കിലും കൂടണം. അത് മിനിമം കോറം തികഞ്ഞിരിക്കണം. മിനിറ്റ്സ്, ആ മീറ്റിങ്ങിലെല്ലാം മിനിറ്റ്സ് കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്തിരിക്കണം. ഓഫീസ് ഉപയോഗിക്കാം. കമ്മിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മീറ്റിങ്ങുകൾ വിളിക്കുന്നതിനും നമ്മുടെ ഗ്രേപ്സിൻ്റെ ഓഫീസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എല്ലാ കമ്മിറ്റികൾക്കും അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെയാണ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ കമ്മിറ്റിക്കും മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റിക്കും നമുക്ക് ഓഫീസ് മീറ്റിങ്ങുകൾ വിളിക്കാനായിട്ട് ഉപയോഗിക്കാം. ആ മീറ്റിങ്ങിൽ മിനിമം കോറം എത്രയാണെന്ന് സെറ്റ് ചെയ്യാം. അത് തികഞ്ഞാൽ മാത്രമേ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അവിടെ തന്നെ മിനിറ്റ്സ് ഡോക്യുമെൻ്റ് ചെയ്ത് പോകാം. നാളത്തേക്ക് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. ഡോക്യുമെൻ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓഫീസിൽ പ്രൊവൈഡഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ റിസ്ക് റിഡക്ഷൻ ഗോൾസും മെഷറബിൾ ഒബ്ജക്റ്റീവ്സും നമുക്ക് നമ്മുടെ ഈ കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് വർഷത്തിൽ ഒരിക്കൽ അത് റിവ്യൂ ചെയ്യണം എന്ന് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു. പക്ഷെ മന്ത്ലി മീറ്റിങ്ങുകളിൽ നമുക്ക് ഇതിന് റിവ്യൂ ഉണ്ടാകണം. എല്ലാ മാസവും ഏറ്റവും കുറഞ്ഞ ഒരു തവണ ഈ കമ്മിറ്റി കൂടണം. സോ 5ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് IPC 1E, ദ ഓർഗനൈസേഷൻ ഹാസ് എ മൾട്ടി ഡിസിപ്ലിനറി ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ കമ്മിറ്റി. അത് നമ്മുടെ ഹോസ്പിറ്റലിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിച്ച് കോർഡിനേറ്റ്സ് ഓൾ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ടിവിറ്റീസ്. അതിന് വ്യക്തമായ ഡോക്യുമെൻസിൻ്റെ ബാക്കപ്പ് ഉണ്ടാവണം. ഈ കമ്മിറ്റി എല്ലാ മാസവും കൂടണം. മിനിറ്റ്സുകളെല്ലാം കുറിച്ച് വെക്കണം. നമുക്ക് ആരെങ്കിലുമൊക്കെ കൂടിയൊരു കമ്മിറ്റി ആകരുത്. വ്യക്തമാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ടീമിൽ നിന്ന് ആളുണ്ടാവണം. മൈക്രോളജിസ്റ്റോ പത്തോളജിസ്റ്റോ ഓർ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവണം. സർജൻ, നേഴ്സ്, അങ്ങനെ ഒരു ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ആൾറെഡി ഞാനത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇത്രയും പേരുടെ വ്യക്തമായ ഒരു കമ്മിറ്റി കോറം തികഞ്ഞു തന്നെ മാസത്തിലൊരിക്കൽ മിനിമം ചേരണം. വർഷത്തിലൊരിക്കൽ അതിന് ഒരു കംപ്ലീറ്റ് ഓഡിറ്റിന് വേണ്ടിയിട്ട് കൂടണം. IPC 1E, the organization has a multidisciplinary infection prevention and control committee which coordinates all infection prevention and control activities.